നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ട്രിപ്പ് പോയി തളർന്നു വന്നതേ ഉള്ളൂ. വീണ്ടും ഒരു കുഞ്ഞ് യാത്രയിലാണ്. ഒരു ദിവസം 2 ദിവസത്തെ ട്രിപ്പ് കേട്ടോ. ട്രിപ്പൊന്നും പറയാനില്ല. നമ്മുടെ വസ്ത്രം എല്ലാവരും മറന്നോ? വസ്ത്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടേ? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വസ്ത്രം സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര സന്തോഷത്തോടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് വയ്യ കേട്ടോ, വസ്ത്രം കൊണ്ടുപോകാനുള്ള ഒരു മാനസികമായിട്ട് എനിക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കൂടിയപ്പോൾ എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വസ്ത്രം പൂട്ടിക്കെട്ടാം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പിന്നെ എന്തെങ്കിലും സീസണൊക്കെ വരുമ്പോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഞാൻ വസ്ത്രയിൽ സാരീസ് ഒന്നുമില്ലാതെ വന്നപ്പോൾ എൻക്വയറീസൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി വസ്ത്രം വിട്ട് കളയണ്ട, അങ്ങ് മുറുക്കെ പിടിക്കാമെന്ന് കരുതിയിട്ടാണ് വീണ്ടും ഞാൻ ഭയങ്കര ഇതായിട്ട് കൊണ്ടുവന്നു. പക്ഷെ ഇപ്പം നമ്മൾ ട്രിപ്പ് പോയി 1 മാസം നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഒരുപാട് എൻക്വയറീസ്, ഒരുപാട് കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടൺ, കാഞ്ചി കോട്ടൺ, അങ്ങനെ കോട്ടൺ, ഇങ്ങനെ കോട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടോ ചുരിദാർ മെറ്റീരിയലാണ് എൻക്വയറീസ്. അയ്യോ, എല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ യാത്രയിലായതുകൊണ്ട് വരുന്ന മെസ്സേജസിനെല്ലാം മെയ് 15 ശേഷം എന്നാണ് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആക്ച്വലി ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ചുരിദാർ സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഈ XL XXL ഒക്കെ നമുക്ക് പോകും കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സ്മോൾ മീഡിയം ലാർജും പോവും എന്നുള്ളതേ ഉള്ളൂ. ഈ ലാർജ്, സ്മോൾ, മീഡിയം അതൊന്നും പോകത്തില്ല. അതിൻ്റെ എല്ലാ സൈസസും അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. സാരി, ചുരിദാർ മെറ്റീരിയൽ എല്ലാം നമ്മൾ എടുത്തത് കഴിഞ്ഞു. പിന്നെ പുതിയ സ്റ്റോക്ക് എടുത്താലേ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനെ നമ്മൾ വന്ന പാടെ തന്നെ സ്റ്റോക്ക് എടുക്കണം. കാരണം വീണ്ടും ഇനി നമ്മൾ ലേറ്റ് ആയാൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ലേറ്റ് ആയാൽ നമുക്ക് വസ്ത്രയിൽ നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എങ്കിൽ അത് ചിലപ്പോൾ നമ്മളെ വിട്ടതങ്ങ് പോവും. അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ പോയി സാരീസ് എല്ലാം പർച്ചേസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടി ഒരു സാറ്റർഡേ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ വെളുപ്പിന് 4:45 ഇറങ്ങി. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ തിരിച്ച് വരുന്നില്ല. സാധാരണ രാവിലെ പോയാൽ സാരി എടുത്തിട്ട് തിരിച്ച് വരാറാണ് പതിവ്. ഇന്ന് നമ്മൾ തിരിച്ച് വരുന്നില്ല, റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വരാൻ മതി. കാരണം രാവിലെ നമ്മൾ ഭയങ്കരമായിട്ട് പോവും, ഇതെല്ലാം പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ടാണ് വീട്ടിൽ 2-3 മണിക്കൊക്കെയാണ് വെളുപ്പിന് എത്തുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് ടയേർഡാവും. അതുകൊണ്ട് റൂം എടുത്തിട്ട് നാളെ വരാൻ കരുതി. അപ്പോൾ ഒരുപാട് സമയം നമുക്കുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പോകുന്നത് സാരി എടുക്കാനായിട്ടല്ല, നമ്മൾ പോകുന്നത് ഈ റോഡിലേക്കാട്ടോ. പോകും വഴി ഒരു കട്ടൻ ചായയൊക്കെ ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചു. നല്ല പുതിനയെല്ലാം ഇട്ട് തന്നു. നല്ലൊരു ഇത് തോന്നിയിട്ട്, രാവിലെ ചായ കുടിക്കുന്ന ശീലം എനിക്കില്ല. പക്ഷെ ഒരു കട്ടൻ ചായ കുടിക്കാൻ തോന്നി. നല്ല കട്ടൻ ചായ ആയിരുന്നു, നല്ല മധുരത്തിന് നല്ല പുതിനയൊക്കെ ഇട്ട്. പുതിന കട്ടൻ ചായ കിട്ടി. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. ഒരു 8-9 മണിയായപ്പോൾ നല്ല വിശപ്പടിച്ചു. അങ്ങനെ ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നമ്മൾ കയറി. നല്ലൊരു റെസ്റ്റോറൻ്റാണ്. എപ്പോഴും നമ്മൾ പോകുമ്പോൾ കയറി കഴിക്കാറാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ശനിയാഴ്ചയാണ് നമ്മൾ ഇറങ്ങിയത്. വേദയ്ക്ക് ട്യൂഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല ശനിയാഴ്ച. അതുകൊണ്ടാണ് ശനിയാഴ്ച നോക്കി വേദയെ നെട്ടയത്താക്കിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ ടെമ്പിൾ സിറ്റിയിൽ കയറി. ഇവിടെയൊക്കെ നമ്മുടെ ആനന്ദ് ഭവൻ, ശരവണ ഭവനൊക്കെ പോലെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിൾ സിറ്റി. ഒരുപാട് അവർക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. കയറി എന്തൊരു തിരക്കായിരുന്നെന്നറിയോ. ഓർഡർ കൊടുത്ത സാധനങ്ങളൊന്നുമില്ല. ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന പാട് കരുതി പിന്നെ ഞാൻ ഇഡ്ഡലി സാമ്പാറൊക്കെയാണ് വാങ്ങിയത്. ഒരുപാട് മലയാളി ഫാമിലീസും മലയാളി കാർ KL01 ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അതിലൊരു ഫാമിലിയാണ് നേരത്തെ വന്ന മീൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ നമ്മൾ എടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂട്ടത്തുണ്ട്. ആ ക്ലിപ്പ് വന്നപ്പോൾ ഞാൻ വേറെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം. നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് തന്നെ അറിയാമായിരിക്കും. അപ്പോൾ ഒരു മടിയും കൂടാണ്ട് വന്ന് പരിചയപ്പെടുക. ചിലരൊക്കെ പണ്ട് മെസ്സേജ് ഇടുമായിരുന്നു, ഭയങ്കര ജാടയാണ്, ഞങ്ങളെ കണ്ടിട്ട് മിണ്ടിയില്ലാന്ന്. ഇപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരാളെ എന്നെ അറിഞ്ഞൂടെ ഹായ് ഹലോ എന്ന് പറഞ്ഞ് എനിക്ക് ചെന്ന് മിണ്ടാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ വന്ന് മിണ്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ മിണ്ടും. അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്ന് സംസാരിച്ചു. അവർ വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ട് ധനുഷ്കോടി എവിടെയൊക്കെ പോകാൻ പോകുന്നെന്നോ പോയിട്ട് വന്നെന്നോ എന്തോ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഫാമിലിയൊക്കെ കണ്ടിട്ട് മധുര കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൂഗിൾ അമ്മച്ചി ഉള്ള കാട്ട് റൂട്ടെല്ലാം അടിച്ച് നമ്മളെ കയറ്റാണ്. പക്ഷെ നല്ലൊരു പക്കാ ഗ്രാമം വഴിയാണ് നമ്മൾ വന്നത്. വന്ന് ഒന്ന് വാഷ്റൂമിൽ ഇറങ്ങണമായിരുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടോ യാത്ര ചെയ്യുമ്പോൾ വാഷ്റൂം. ചില പമ്പൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പിന്നെ ചില റെസ്റ്റോറൻറ്റിനോട് ചേർന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിനോട് ചേർന്നുണ്ടായിരുന്നതാണ്. വാഷ്റൂമിൽ ഇറങ്ങി ഏട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോരുന്ന വഴിക്കെല്ലാം ഇങ്ങനെ പുളിമരം പോലെ ഒരു കുഞ്ഞു മരം നിൽപ്പുണ്ട്. അതിനകത്തൊരു കായ നിൽപ്പുണ്ട്. കായ ഇങ്ങനെ മണ്ണ് പോലെ നിൽപ്പുണ്ട്.
അതെന്താണ്, കഴിക്കാനുള്ളതാണോ, ഇനി പുളി എന്തെങ്കിലും വെറൈറ്റി പുളിയാണോ എന്നൊന്നും അറിയത്തില്ല. നിറയെ നിപ്പുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ തമിഴ്നാട്ടിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്നൊരു മാമനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വാഴை മരമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗൂഗിളിൽ വാഴை മരം അടിച്ച് നോക്കിയപ്പോൾ നമ്മുടെ വാഴ ആണ് വന്നത് കേട്ടോ. പഴവും വാഴപ്പഴവും ഒക്കെ ആയിട്ടാണ് വന്നത്. ഈ മരം വന്നില്ല. എന്തെന്ന് അറിയാമെന്നുള്ളവരുണ്ട്, എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗമൊന്നും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ കാ കൊണ്ടൊരു ഉപയോഗമില്ല, അത് കഴിക്കാൻ കൊള്ളില്ല എന്നാണ് ആ മാമൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് യാത്ര തിരിച്ച് നമ്മൾ നേരെ എത്തിയത് ഈ റോഡുള്ള UBMലാട്ടോ. ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വലിയൊരു ഇലയിടും, കുറേ മാത്രം നോൺ വെജ് കറികൾ, നമ്മുടെ സദ്യ കണക്ക് നോൺ വെജ് സദ്യ എന്ന് വേണമെങ്കിൽ പറയാം. കുറേ കറികൾ അതിൽ വിളമ്പും. ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആഗ്രഹിച്ച സ്ഥലമാണ് ഇവിടെ വരണമെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് പോയപ്പോൾ ഇവിടെ കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ലേറ്റ് ആവും കേട്ടോ. കാരണം നമ്മൾ രാവിലെ സേലത്തും തിരിക്കും, പിന്നെ 2 ഘട്ട പരുവത്തിലായിരിക്കും ഇവിടെ എത്തുന്നത്. 12:30 1 മണിക്കൊക്കെ അല്ലേ ഇവിടെ ഫുഡ് ആവത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ എത്തത്തില്ല, ഇവിടെ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ മടിച്ചതാണ്. അപ്പോൾ ഇന്ന് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ UBM ലൊക്കേഷൻ ഇട്ടപ്പോഴേക്കും കറക്റ്റ് ഉച്ച സമയമായപ്പോൾ UBM എത്തി. ഫുഡും കഴിച്ച് ഇനി നമ്മൾ സാരി പർച്ചേസിങ്ങിനായിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി. ഇന്ന് അമാവാസിയാണ്. നമ്മുടെ കേരളം പോലെയല്ല, തമിഴ്നാട്ടിലെ അമാവാസി ദിവസങ്ങളിൽ കുറച്ചെന്തോ പ്രത്യേകതയൊക്കെ ഉണ്ട്. ഷോപ്പുകളൊക്കെ അടപ്പാട്ടോ. അപ്പോൾ ഇവിടെ ഭാഗ്യത്തിന് ഓപ്പണാണ്. ഞാൻ ഗൂഗിൾ 2-3 പ്രാവശ്യം അരിച്ച് പറക്കി. അപ്പോൾ ഓപ്പൺ എന്ന് കാണിച്ചിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ കുറച്ച് ലേറ്റ് ആവും, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓൾറെഡി വേറെയും കുറച്ച് ആൾക്കാരൊക്കെ 12:30 മണിയായപ്പോഴേ വന്നിട്ടുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഓണർ മാമൻ വന്നു. കയറിയിരിക്കൂ, കൈ കഴുകിയിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കൈ കഴുകി കയറിയിരുന്നു. മാമനെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ ഒരുങ്ങി സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് വന്നില്ലേ, ഞാനൊന്ന് കുളിച്ച് റെഡിയായി വരാമെന്ന് പറഞ്ഞ് മാമൻ കുളിക്കാനായിട്ടൊക്കെ പോയേട്ടോ. കുളിച്ച് മുഖം നിറച്ച് പൗഡറൊക്കെ ഇട്ട് വെള്ളയും ഡ്രസ്സൊക്കെ ഇട്ട് മാമൻ വന്നു. ആദ്യം സത്യം പറയാമല്ലോ, ഒരു മുട ആയിരുന്നു കേട്ടോ. നമുക്ക് എന്താണ് ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണ കണ്ടപ്പോൾ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എടുക്കണൊക്കെ കണ്ടപ്പോൾ ഇവരെന്തോ ഒരു വലിയ സംഭവം പോലെ, നമ്മളെന്തോ ഒരു ഇതുപോലെയൊക്കെ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താലും അവരൊരു കുറ്റം പോലെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. അങ്ങോട്ട് വന്നുകൂടാ, ഇങ്ങോട്ട് വന്നുകൂടാ, അവിടെ വന്നുകൂടാ, ഇവിടെ വന്നുകൂടാ. അപ്പോൾ ഞാനും ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാലേ നമുക്കറിയാവൂ, അങ്ങോട്ട് പോവില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല. കാരണം അവർ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകരുത്, ഇവിടെ പോകാൻ പാടില്ല, അവിടെയൊക്കെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല, ഇവിടെയൊക്കെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല. ഇത് നിങ്ങൾ പറഞ്ഞാലേ അറിയാവൂ. വെറുതെ നിങ്ങൾ ദേഷ്യപ്പെടും പോലെ കേട്ടോ. വെറുതെ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ല, നമുക്കറിയില്ല, അറിയാത്തത് കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെയല്ല അത്രയും പറഞ്ഞപ്പോൾ അവർ പിന്നെ അങ്ങൊന്ന് താഴ്ന്നു കേട്ടോ. നമ്മൾ അവരുടെ കസ്റ്റമറാണ്, നമ്മൾ പൈസ കൊടുത്ത് തിന്നാൻ വന്നതാണല്ലോ, അത് ഓസിന് തിന്നാനൊന്നും വന്നതല്ല. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് തിരിച്ച് നമുക്കും കിട്ടണം. അപ്പോൾ അത്രയും പറഞ്ഞപ്പോൾ പിന്നെ ഒന്ന് അടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഉടനെ വന്ന് കൈ കഴുകിയിരിക്കാൻ പറഞ്ഞു. വലിയൊരു വാഴയിലിട്ടു. ആദ്യം കൊണ്ടുവച്ചത് മട്ടൻ്റെ രക്തക്കുളമ്പാ, എന്തോ ഒരു സാധനം കേട്ടോ. ബ്ലഡ് കട്ട പിടിപ്പിച്ചാണ് തോരൻ പോലെ ചിക്കി എടുത്തത്. പിന്നെ പോട്ടി, പിന്നെ മട്ടൻ്റെ തലക്കറി. പിന്നെ എനിക്കറിയില്ല, ഏറ്റവും കൂടുതൽ മട്ടൻ്റെ ഐറ്റംസ് കേട്ടോ. മട്ടൻ ചുക്ക, ചിക്കൻ ചിന്താമണി, ഇത് ആദ്യം ഉപ്പ് വിളമ്പി, ചോറ് വിളമ്പി, പിന്നെ ഒരു 10-30 കറികളുണ്ടായിരുന്നു. ചോറും എല്ലാം കൂടി കൂട്ടി ഒരു 10-30 കറികളുണ്ടായിരുന്നു. കാട ഫ്രൈ, ചിക്കൻ ചുക്ക, ചിക്കൻ ചെട്ടിനാട്, ചിക്കൻ പെപ്പർ ഫ്രൈ, മട്ടൻ്റെ തല, മട്ടൻ ബോട്ടി, പിന്നെ മട്ടൻ്റെ എല്ല് കറി, മട്ടൻ്റെ ഗ്രേവി, മീൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ 65, ചിക്കൻ്റെ ലെഗ്, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ്. സത്യം പറഞ്ഞാൽ കഴിക്കുന്നവർക്ക് അവർ വീണ്ടും 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 ശരിക്കും കൊടുക്കുന്നുണ്ട്. നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ നമ്മൾ ആ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തോ ഒരു വലിയ സംഭവം, നമ്മളവരെ ഔദാര്യത്തിന് വന്നെന്തോ അവർ വിളിച്ചിട്ട് വന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കെന്തോ അവരാ രീതി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഭയങ്കര സ്നേഹം. ആ പുള്ളിക്കാരൻ, അതിൻ്റെ ഓണർ ഭയങ്കര സ്നേഹം. അങ്ങനെ വായ്ക്കകത്തൊക്കെ എടുത്ത് വച്ചിരുന്നുണ്ട് കേട്ടോ. അയാളുടെ കൈ കൊണ്ട് അതൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് വേറെ കാര്യം. പുള്ളിയുടെ കൈ കൊണ്ട് പിച്ചൊക്കെ എടുത്ത് ഇങ്ങനെ വായ്ക്കകത്ത് വെച്ചിരുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിറയെ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു സെറ്റപ്പിലാണ് പുള്ളി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ആ ഇല നിറയെ ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കഴിക്കുന്നവർക്ക് അവർ വീണ്ടും വീണ്ടും നിറയെ കൊണ്ടുവന്ന് വേണോ എന്ന് ചോദിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ആഹാരം കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒരു ഊണിൻ്റെ വില എന്ന് പറയുന്നത് 800 രൂപയാണ്.
ഒരാൾക്ക് ഒരില. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഏട്ടനും കൂടി ഒരു ഇല മതി എന്ന് പറഞ്ഞു. പറഞ്ഞു അത് പറ്റത്തില്ല, ഇവിടെ ഒരാൾക്ക് ഒരിലയെ കൊടുക്കത്തുള്ളൂ, അതിൽ ഒരാൾക്ക് ഷെയറിങ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതവർക്ക് മുതലാകത്തില്ല കേട്ടോ, നഷ്ടമാണ്. പക്ഷേ നമുക്ക് ഇത്രയും ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന ആളാണെങ്കിലും ഇത്രയും ഐറ്റംസ് ഒന്നും ഒരുമിച്ച് കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇത്രയും ഐറ്റംസ് ഇതിന് പോരാങ്ങിട്ട് ചോറും അതിൻ്റെ കൂടെ ബിരിയാണിയുണ്ട്. ബിരിയാണി എന്ന് പറയുന്നത് ചിക്കനും മട്ടനും പിന്നെ എന്തോ ഒരു സാധനം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ബിരിയാണിയുടെ കൂടെ മുട്ട, പിന്നെ ടർക്കി കോഴിക്കറി, എനിക്കറിഞ്ഞൂടാട്ടോ, എനിക്ക് പേര് പറയാറില്ല, അത്രമാത്രം 10-30 കറികൾ അതിൻ്റെ കൂട്ടത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ഈ രക്തക്കറി എപ്പോഴും എല്ലാവരും കഴിക്കണം കാണുമ്പോൾ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, കഴിക്കണമെന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല, എന്തോ ഒരു തോരൻ വെച്ചിരിക്കുന്ന ഒരു ടേസ്റ്റായിരുന്നു. പക്ഷെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പോട്ടിക്കറി ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ, എനിക്ക് പോട്ടി കഴിച്ച് റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ എല്ലുകറി സത്യം പറയാമല്ലോ ചൂടോടെ, ഇതെല്ലാം ചൂടോടെയാണ് വിളമ്പിയത്. അതിൽ ചിക്കൻ പെപ്പർ മാത്രം ചൂടുണ്ടായിരുന്നില്ല, അതെനിക്ക് ചൂടോടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്തോ പോലെ തോന്നി. ബാക്കി എല്ലാം ചൂടോടെ കഴിച്ചപ്പം അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ ഫാനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു, ചൂടെല്ലാം മാറി തണുത്തു. സത്യം പറഞ്ഞാൽ തണുത്തിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സത്യമായിട്ടും ഫുഡെല്ലാം നല്ലതായിരുന്നു, നല്ല ഫ്രഷായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. നമുക്ക് ഇപ്പം തമിഴ്നാട്ടിലുള്ളവർ വന്ന് നമ്മുടെ കേരള സദ്യ കഴിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്തിനേറെ പറയുന്നു, മലപ്പുറത്തുള്ളവർക്ക് വന്നിട്ട് വേണ്ടത്തെ ഫുഡ് കഴിച്ചാലും ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് വേറെ സ്ഥലത്ത് ഫുഡ് ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, അല്ലാതെ ഫുഡിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കഴിക്കുന്നവർക്ക് അവർ ധാരാളം ഫുഡ് കൊടുക്കുന്നുണ്ട്. ചൂടോടെ കഴിച്ചപ്പോൾ നല്ല സ്വാദുണ്ടായിരുന്നു. തണുത്തപ്പോൾ എനിക്ക് എന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ടേസ്റ്റ് ഒന്നും ആ ഒരു തമിഴ്നാട് സ്റ്റൈലിൽ കയറി വരുന്നതുകൊണ്ടാവാം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ തമിഴ്നാട് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന, നോൺ വെജൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതല്ല, നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡേ പറ്റത്തുള്ളൂ, വേറെ നാട്ടിലെ ഫുഡ് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആരും ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് നമ്മുടെ ടേസ്റ്റ് വിട്ട് പറ്റത്തില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതിലെല്ലാവരും അതിഗംഭീരമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മേ ബി അവർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആവാം. എനിക്ക് ആ തമിഴ്നാട് സ്റ്റൈൽ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നോൺ വെജൊക്കെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് തമിഴ്നാട് ചിക്കൻ കറി കഴിച്ചപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ബിരിയാണി കൊള്ളായിരുന്നു. ഫിഷ് ഫ്രൈ സൂപ്പറായിരുന്നു. എനിക്ക് പൊതുവേ നമ്മുടെ കേരളം വിട്ടാൽ മീനൊന്നും അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല. നല്ല നമ്മുടെ മീൻ വീട്ടിലൊക്കെ വറുക്കുന്ന മീനിൻ്റെ ടേസ്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ മീൻ കഴിച്ചില്ല. ചിക്കൻ 65, ചിക്കൻ്റെ ലെഗ് പീസൊക്കെ തന്നിട്ടോ. ലെഗ് പീസ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇപ്പോൾ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ലെഗ് പീസ്, ആ ചിക്കൻ 65 അതൊക്കെ അസാധ്യ ടേസ്റ്റായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. ആ ഫ്രൈ നമുക്ക് വേറെ ടേസ്റ്റ് വരില്ലല്ലോ, ഈ കറിയിൽ മസാലകൾ ചേരുമ്പോഴാണ് ആ മസാലകൾ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല, അത്രയേ ഉള്ളൂ. ആ രക്തക്കുളമ്പ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, ബ്ലഡ് കൊണ്ടുള്ള ആ തോരൻ ഞാൻ ഫുൾ കഴിച്ചു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ വേറെ ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കഴിച്ചു. പിന്നെ മുട്ട കഴിച്ചു, ചിക്കൻ ഫ്രൈയും ചിക്കൻ ലെഗ് പീസും ഞാൻ കഴിച്ചു. പിന്നെ ചോറിൻ്റെ മുകളിൽ കൊണ്ടുവന്നൊരു മട്ടൻ കറി ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം കൊള്ളാം. പിന്നെ മീൻ കറി തന്നിട്ടുണ്ടായിരുന്നു, അതൊരു പുളിയും മധുരവും ഒക്കെ ചേർന്ന്, നമ്മൾ ഇറാനിയിൽ നിന്ന് മന്തി വാങ്ങുമ്പോൾ കൂടെ ഒരു ഗ്രേവി കിട്ടത്തില്ലേ, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ചട്നി, ആ ചട്നിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മീൻ കറി ട്രിവാൻഡ്രം വിട്ടാലും മീൻ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. വേറെ എന്തോ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ പൊതുവേ എനിക്ക് മട്ടനോട് വലിയ താല്പര്യമില്ല. ഇത് കൂടുതലും മട്ടൻ കറിയാണ്, നാട്ടുകോഴിക്കറി, അല്ലാത്ത കോഴിക്കറി എല്ലാം ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ അതിഗംഭീരമായിട്ട് കഴിച്ചു. അവരാണെങ്കിലും കഴിക്ക് ഞാൻ ബിരിയാണി ഒരു സ്റ്റെപ്പ് തിന്ന് തീർന്നപ്പോൾ വീണ്ടും കൊണ്ട് തട്ടുക കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് വയറ് ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ടും ചോറും എല്ലാം അവരിഷ്ടം പോലെ എന്ത് വേണമെന്ന് ചോദിച്ചാലും തരുന്നുണ്ട്. അവസാനം ഞാനിരുന്ന് തള്ളുന്നത് കണ്ടപ്പോൾ അവർ ചോദിച്ചു മതിയോ, തൈരെടുക്കട്ടെ എന്ന് ചോദിച്ചാൽ തൈരെടുക്കുക എന്ന് പറഞ്ഞു. കാരണം എനിക്ക് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായതുപോലെ ഫീൽ ചെയ്യുന്നു, അത്രയും കഴിക്കാൻ പറ്റുന്നില്ല. ഏട്ടനും കുറച്ചൊക്കെ എന്തൊക്കെയോ ഇഷ്ടപ്പെട്ട കുറച്ച് കറികളെല്ലാം കൂടി ഏട്ടനും കഴിച്ചു. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ നല്ല ഫുഡാണ്, പക്ഷേ എനിക്കങ്ങോട്ട് ആ ടേസ്റ്റ് പറ്റുന്നില്ല. അപ്പോൾ ആദ്യം തൈരെടുക്കട്ടെ എന്ന് വെച്ചിട്ട് അവർ രസം കൊണ്ടുവച്ചു. അങ്ങനെ ആ രസം കുടിച്ചു കേട്ടോ. രസത്തിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട്, അതും നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ല, പക്ഷേ രസം വയറിന് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ആ രസം അത്രയും ഞാൻ കുടിച്ചു. ഏട്ടൻ്റെ ലെഗ് പീസ് കൂടി ഞാൻ എടുത്തു, ഏട്ടൻ ലെഗ് പീസ് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കൂടുതൽ തൈരും നമ്മുടെ ഗുൽക്കണ്ട ഇല്ലേ, റോസാപ്പൂവിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ ഗുൽക്കണ്ട, അതും കൂടി തന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു നമ്മളെന്താ ലസ്സിയൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ, നല്ല മധുരമുള്ള ഗുൽക്കണ്ട തൈരും കൂടി കഴിച്ചപ്പോൾ സത്യം പറയാമല്ലോ ഒരു മാജിക് പോലെ എൻ്റെ വയറിങ്ങനെ ഡുമ്മനിരുന്നു കേട്ടോ. കുറച്ച് ഞാൻ ഇന്ന് വളരെ കുറച്ച് ഇതിൻ്റെ ഇല ശ്രദ്ധിച്ചാലറിയാം,
സത്യം പറഞ്ഞാൽ എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കി ആ ഫ്രൈ ഐറ്റംസാണ് ഞാൻ കഴിച്ചത്. അത് കഴിച്ചതിൻ്റെ വയറ് ഡുമ്മനിരുന്നു, ഭയങ്കരമായിട്ട് നിറഞ്ഞതുപോലെ ഇരുന്നു. ആ തൈരും ആ ഗുൾക്കണ്ടയും കൂടി കഴിച്ചപ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് റിഫ്രഷ് ആയത് കണക്ക് നല്ലൊരു വയറിനൊക്കെ ഒരു ആശ്വാസവും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പോഴവർ പറഞ്ഞു തൈര് കഴിക്കുമ്പോൾ നിങ്ങളൊരു ഇത്രയും ഹെവി ഫുഡ് കഴിച്ചെന്ന് പോലും ഫീൽ ചെയ്യില്ല എന്ന് പറയും. സത്യമായിട്ടുള്ള കാര്യം. ആ ഗുൾക്കണ്ടയിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഗ്യാസിൻ്റെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല. പെരുവിയിരുന്ന വയറ് ഒന്ന് താഴ്ന്നു കേട്ടോ. അങ്ങനെ കഴിച്ചു. വേറെ അതിലെനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങോട്ട് എല്ലാം ഇഷ്ടപ്പെടുന്നില്ല. രസവും എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ രസം വയറിന് നല്ലതല്ലേ എന്ന് കരുതി ഞാൻ രണ്ടും കൽപ്പിച്ച് കുടിച്ചു. തൈര് പിന്നെ പ്രത്യേകിച്ച് എല്ലായിടത്തും ഒരേ ടേസ്റ്റ് ആണല്ലോ. തൈരോ ഗുൾക്കണ്ടയും കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ കൊണ്ടുള്ളൊരാഗ്രഹം സാധിച്ചെടുത്തിട്ടോ UBM. അപ്പോൾ നമ്മുടെ കടയുടെ ഓണറെന്ന് പറയുന്നത് ഈ ചേട്ടനാണ്, ഈ മാമനാണ്. കണ്ടോ, കുളിച്ചൊരുങ്ങി പൗഡറൊക്കെ ഇട്ട് അല്ലാതെ ഒരു വീഡിയോ എടുത്തപ്പോൾ കട്ടി 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 എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു കേട്ടോ. കുളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയാമല്ലോ, നല്ല ആംബിയൻസ്, നല്ല വൃത്തി, എടുത്ത് പറയേണ്ട കാര്യമാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ല വൃത്തിയായിരുന്നു. ഫുഡ് കഴിക്കുന്നവർക്ക് ധാരാളമായി അവർ കൊടുക്കുന്നുണ്ട്. കഴിക്കാൻ നല്ല ഫുഡ് തന്നെയാണ്. നമുക്ക് അവരുടെ ടേസ്റ്റുമായിട്ട് ശരിയാവാത്തത് കൊണ്ട് മാത്രമാണ്. കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു മാംഗോ ബാർ 2 മാംഗോ ബാർ എടുത്ത് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ സമയം എടുത്തോളാം, ഒന്ന് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ ഞാൻ തിരിച്ച് വെച്ച് കേട്ടോ. 2 നാരങ്ങ മുട്ടായി തന്നു. പിന്നെ ഒരു ബാഗും കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു കേട്ടോ. ബാഗെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പൗച്ച്, വേദയ്ക്കൊക്കെ വേണമെങ്കിൽ ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ കൊള്ളാം കേട്ടോ. ഒരു കുഞ്ഞ് ഒരു പൗച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട്, അങ്ങനെ അത് ഞാൻ തന്നു. അതും വാങ്ങി ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മാംഗോ ബാർ വേണ്ട ചേട്ടാ, എനിക്ക് മാംഗോ ബാർ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്കിൽ ഐസ്ക്രീം കഴിക്കും. ഐസ്ക്രീം അവർ കൊടുക്കാനേ, ആഹാരം കൊടുക്കാൻ പറഞ്ഞില്ല, ഭയങ്കര സ്നേഹം. ആഹാരം കൊടുക്കാൻ ഭയങ്കര സ്നേഹം. അവർ വായ്ക്കകത്ത് കൊണ്ടുവച്ചിരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് മുട ഇങ്ങനെ കയറി വരും. അവരെന്തോ വലിയ സംഭവമാണെന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുമെന്ന് പറഞ്ഞാണ് പെട്ടെന്ന് ആ കട്ടനൊക്കെ പിടിച്ച് അങ്ങ് താഴ്ത്തിയിട്ടത് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ അവരെ കിച്ചൺ കാണിച്ചു തരില്ല, അങ്ങനെ കാണിച്ചു തരില്ല, ഇങ്ങനെ കാണിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് കേട്ടോ, ഒരു എന്തോ പോലെ. അതൊക്കെ നമുക്ക് എന്തോ ഒരു വലിയൊരു ജാട ടൈപ്പ്, ഒരു ജാട ഉണ്ടെങ്കിലും സ്നേഹവും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പുള്ളിക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിയും പുള്ളിയുടെ അമ്മയാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. ആ പുള്ളിയെക്കാട്ടി മുട ആ സ്ത്രീക്കാണ് കേട്ടോ. നമ്മളും ചില്ലറക്കാരെല്ലാം അങ്ങോട്ട് തെളിയിച്ചു കൊടുത്തപ്പോഴേക്കും വലിയ മുടയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ പേടി, എവിടെ കയറണം എവിടെ കയറില്ല. അവർ വാന്ന് വിളിക്കുകയും ചെയ്യും, നമ്മൾ കയറുമ്പോൾ പറയും ഇറങ്ങെന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് എങ്ങോട്ട് പോകണം എവിടേക്ക് പോകണം ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതൊക്കെ പുള്ളിയുടെ വീടാണെന്ന് തോന്നുന്നു, ഇവിടെ തന്നെയാണ് താമസം എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ ഞാനൊന്ന് ചോദിക്കും, അങ്ങേര് തിരിച്ച് വേറൊരു മറുപടി പറയും. അതുകൊണ്ട് പിന്നെ ചോദിക്കാനും വഴിയില്ല. അതുകൊണ്ട് കുറച്ച് അവിടെയൊക്കെ ഒന്ന് ആംബിയൻസ് ഒക്കെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ പതിയെ ഇറങ്ങി. അവർ പറയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യും, പതുക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. വീഡിയോ എടുക്കാൻ പതുക്കെ ആവട്ടെ, നിങ്ങൾക്ക് തിരക്കൊന്ന് മാറ്റാൻ പറഞ്ഞ് എനിക്ക് വേറെ പണിയുണ്ട് ചേട്ടാ, ഞാൻ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറിയേ ഉള്ളൂ. 10 പേരിൽ നിങ്ങളെ വീഡിയോ കാണിക്കാമെന്ന് കരുതിയിട്ട് കയറിയെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ടൊന്നും, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട്, വീഡിയോ എടുത്തിട്ട് നമുക്കിപ്പോൾ ഒന്നും നേടാനൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് കഴിക്കുന്നു, കാണിക്കുന്നു, അതാർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ ഉപയോഗപ്പെടട്ടെ എന്ന് കരുതി, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചേട്ടനൊന്ന് അടങ്ങി, ചേട്ടനും ആ അമ്മയൊന്നും അടങ്ങി കേട്ടോ. എന്നിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഭയങ്കര ഷോ. ഇങ്ങനെ ആ ബാഗ് തരുന്നു, വീണ്ടും എനിക്കൊരു ബാഗ് കൂടെ, ഞാൻ പറഞ്ഞു എനിക്കൊരു പാപ്പ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പാപ്പയ്ക്ക് കൊണ്ട് ബാഗെന്ന് പറഞ്ഞൊരു ബാഗ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ വാരിയേ കൊടുക്കത്തുള്ളൂ, ഓരോന്നായിട്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഒരു പിടി ഐസ്ക്രീം എനിക്ക് വാരി തന്നിട്ടുണ്ട്. മറ്റേ ചെറിയ കപ്പ് ഐസ് ഉണ്ടല്ലോ, അതെനിക്കൊരു പിടി ഇങ്ങനെ വാരി തന്നു. എനിക്ക് മാംഗോ ഐസ്ക്രീം ഇഷ്ടമല്ല. അങ്ങനെ വാരി തന്നിട്ട് വീഡിയോ കട്ട് ചെയ്തപ്പോൾ എൻ്റെ നിന്ന് തിരിച്ചങ്ങ് വാങ്ങി. അല്ല ഞാനങ്ങ് കൊടുത്തു, അപ്പോൾ അയാൾ നല്ല സുന്ദരമായിട്ട് തിരിച്ചിങ്ങി വാങ്ങിയിട്ട്, അല്ലെങ്കിൽ വേണ്ട വച്ചേക്കെന്ന് പറഞ്ഞില്ല. ആ കൊടുത്തതിൽ ഞാൻ 2 എൻ്റെ കയ്യിൽ വെച്ചിട്ട് ബാക്കി അങ്ങ് തിരിച്ചു കൊടുത്തപ്പോൾ പുള്ളി അത് തിരിച്ച് വാങ്ങിച്ച് വെച്ചേ. അതുകൊണ്ട് വീഡിയോയ്ക്ക് പുള്ളി ഭയങ്കര ഇതായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പലതും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സാമിയാർക്ക് മുമ്പിലിരിക്കുന്ന പൂവൊക്കെ അമ്മയെ കൊണ്ട് എനിക്ക് മുറിച്ച് ഇത്ര എനിക്ക് വാരി തന്നേ. എന്നിട്ട് വീഡിയോ കട്ട് ചെയ്തപ്പോൾ ഞാനങ്ങ് തിരിച്ചു കൊടുത്തപ്പോൾ പുള്ളി അങ്ങ് വാങ്ങിച്ചു വെച്ചു. അല്ലെങ്കിൽ വേണ്ട വച്ചേക്ക് കുഴപ്പമില്ലെന്നോ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ സുന്ദരമായിട്ട് കണ്ടോ അത് തിരിച്ച് വാങ്ങിച്ചു വയ്ക്കുന്നത് കണ്ടോ. അതെനിക്ക് കിട്ടിയല്ല വീഡിയോ, ഞങ്ങൾക്ക് കട്ടായി പോയെന്ന്. അങ്ങനെ
അങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു അമ്മയെ കൊണ്ട് പൂ തരിയിക്കാന്നും പറഞ്ഞ് സ്വാമിയാരുടെ മുമ്പിൽ ഇരുന്ന കുറച്ച് മുല്ലപ്പൂവും റോസാപ്പൂവും ഒക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ തന്നു കേട്ടോ. ആൾക്കാർക്ക് വരുമ്പോൾ ഭയങ്കര നമുക്കൊരാളിങ്ങനെ അഭിനയിക്കണം കാണുമ്പോൾ അറിയാൻ പറ്റില്ല. അയ്യോ വാ തമ്പി, ഉക്കാറ് തമ്പി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ പിടിച്ചിരുത്തുന്നത് അത് കാണുമ്പോൾ അറിയാം നമ്മൾ ഒരു എവിടെയോ ഒരു ആർട്ടിഫിഷ്യലായിട്ട് പുള്ളി ചെയ്യുന്ന ഒരു ഫീലുണ്ട്. ഒരു ആത്മാർത്ഥത അതിലെനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാവരോടും എങ്ങനെയാണ് അയ്യോ വാങ്കോ ഉക്കാറുങ്കോ എங்கே പോറേ ഇவ்வளோ ആൾ ഇருக்கு പറവല്ല ഇരു എന്നൊക്കെ പറഞ്ഞ് ഇരുത്തുന്നതൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം. അതാ കണ്ടോ പുള്ളി കുറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതാ കണ്ടോ ചിക്കൻ പീസൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ കൊടുക്കും. എൻ്റെ വായ്ക്കകത്ത് ചിക്കൻ പീസ് എടുത്ത് വെച്ചൊന്നു, ഏട്ടൻ്റെ വായ്ക്കകത്ത് പീസ് എടുത്ത് വെച്ചൊന്നു, അങ്ങനെയൊക്കെ പുള്ളി ഇഷ്ടംപോലെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയോ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ സ്വാമിയാർ മുമ്പ് ഇരുന്ന പൂവൊക്കെ എടുത്ത് തരുവാണ്. ഉള്ള മട്ടനും ചിക്കനും ഒക്കെ വാരി കയറ്റിക്കൊണ്ടാണ് സ്വാമിയാരുടെ മുമ്പ് ഇരുന്ന പൂ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല, അമ്മയെ കൊണ്ട് തന്നേച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയെ കൊണ്ട് തന്നു കേട്ടോ. ഇതാണ് അമ്മ. അങ്ങനെ ആദ്യമൊക്കെ മുട പറഞ്ഞ അമ്മയും മാമനും അടിപൊളിയായിട്ട് നമ്മളെ വീഡിയോയുടെ മുമ്പിൽ വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മളത് തിരിച്ച് ആ പൂവും കൊണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞൊരു തീറ്റി വ്ളോഗാണ്. അടുത്ത വീഡിയോയിലേ ഞാൻ എൻ്റെ സാരീസൊക്കെ കാണിക്കത്തുള്ളൂ കേട്ടോ. കാരണം എല്ലാം കൂടി അവിയൽ പരുവായി പോവും, തീറ്റിയും സാരിയും എല്ലാം കൂടെ ആകുമ്പോൾ. അതുകൊണ്ട് ഇതൊരു തീറ്റി വ്ളോഗ് മാത്രമാണ്. ഇനി നമ്മൾ നേരെ ഇനി സാരി എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ UBM ഞാൻ മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയില്ല. തമിഴ്നാട് സ്റ്റൈൽ ഫുഡൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വന്ന് ഉറപ്പായിട്ടും ധൈര്യമായിട്ടും ആഹാരം കഴിക്കുന്നവർക്ക് അവർ ശരിക്കും കൊടുക്കുന്നുണ്ട്, വന്ന് കഴിക്കാം. അല്ല നമ്മുടെ നാട്ടിലെ ഫുഡേ ഇഷ്ടപ്പെടൂ എന്നുള്ളവരുണ്ടെങ്കിൽ വരാതിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ഈ റോഡ് സേലം കോയമ്പത്തൂർ ആ റൂട്ടാട്ടോ ഞാൻ ഗൂഗിൾ ലൊക്കേഷൻ കൊടുത്തേക്കാം കേട്ടോ. ശരി, എന്നിട്ട് നമ്മൾ തിരിച്ച് തുണി എടുക്കാനായിട്ട് പോവുകയാണ്. പോകും വഴിക്ക് നമ്മുടെ കേരളം പോലെ തന്നെ നിറയെ തെങ്ങും തോപ്പ് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളം ഫീൽ ചെയ്യും. വാഴത്തോപ്പ്, പിന്നെ അതേ കരിമ്പും തോട്ടമൊക്കെ ഇവിടെ. പിന്നെ എവിടെ തിരിഞ്ഞാലും കരിമ്പ് തോട്ടമാണല്ലോ ഇവിടെ. സത്യം പറഞ്ഞാൽ തമിഴ്നാട് ഒരുപാട് മാറി കേട്ടോ. എനിക്ക് നല്ല വൃത്തി ഫീൽ ചെയ്യുന്നുണ്ട് തമിഴ്നാട് കയറിയപ്പോഴേ. കാരണം ഇപ്പം നമ്മൾ UBM പോയപ്പം ഒരു സ്മെല്ലോ വാഷ് ബേസിൻ പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ റോഡ് സൈഡിലൊക്കെ ഭയങ്കര വൃത്തികേടൊക്കെ കാണാറുണ്ടായിരുന്നു പണ്ടൊക്കെ പോകുമ്പോൾ. ഇപ്പോഴങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ മെയിൻ റോഡിലുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഉള്ളിലോട്ടൊക്കെ ഇപ്പോഴും ഉണ്ടാവാം. ഈ മെയിൻ റോഡിലൊക്കെ പണ്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തമിഴ്നാട് കയറിയാൽ ഭയങ്കര ബോറാണ്, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ. പല സ്ഥലങ്ങളിലും എനിക്ക് ഭയങ്കര വൃത്തി ഫീൽ ചെയ്തു. UBM ആയാലും ഇപ്പം നമ്മൾ അല്ലാതെ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടന്നാലും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വേറെ വൃത്തികേടോ ഒന്നും എനിക്ക് അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളിപ്പം സ്ഥിരം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, നമ്മൾ വൈകിട്ട് റൂമിൽ ചെന്നിട്ട് ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആ ജ്യൂസ് കടയുടെ വൃത്തി, അവിടെ ഒരു ഈച്ച പോലും ഇല്ല കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങൾ കാണും വൃത്തിയില്ലാതെ, അതിപ്പോൾ നമ്മൾ കേരളത്തിൽ വന്നാലും ഉണ്ടാവും വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ. പക്ഷേ എങ്കിലും ഒരുപാട് തമിഴ്നാട് മാറി. ആ ഒരു മിക്സിയുടെ ജ്യൂസ് അടിച്ചിട്ട് അപ്പോൾ തന്നെ കഴുകി അവിടെ ക്ലീൻ ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത ആൾക്ക് അവർ കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ചെയ്യാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെന്തായിക്കോട്ടെ, നല്ല വൃത്തിയുണ്ട് തമിഴ്നാട്. ഇപ്പോൾ കുറേയേറെ മാറി, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ UBM നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ വയറ് നിറങ്ങിയിരുന്നു. ആ തൈര് കുടിച്ചതോടെ ആ വയറ് നിറഞ്ഞത് എവിടെ പോയെന്ന് അറിയത്തില്ല. അതൊരു മാജിക് ഒരു സാധനമായിരുന്നു കേട്ടോ അത്. എന്നിട്ട് നമ്മൾ നേരെ കുറേ ഇട്ട് ഗൂഗിൾ അമ്മച്ചി ഞാൻ ലൊക്കേഷൻ ഇട്ടത് വേറെ ഏതോ ലൊക്കേഷനിൽ കൊണ്ട് ഞങ്ങളെ കയറ്റി. വീണ്ടും അവിടെ നിന്ന് 50 കിലോമീറ്റർ മാറി വീണ്ടും ഞങ്ങൾ നടന്നു. ഏട്ടനും ഞാനും കൂടി വഴക്കായി. ഞാൻ ലൊക്കേഷൻ ഇട്ടത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഏട്ടൻ, ഞാൻ ലൊക്കേഷൻ ഇട്ടത് തെറ്റായി പോയെങ്കിൽ ഏട്ടൻ ഇട്ടാൽ പോരായിരുന്നോ എന്ന് ഞാൻ. അങ്ങനെ ഒരു 50 കിലോമീറ്റർ ആവശ്യമില്ലാതെ ഞങ്ങൾ കിടന്ന് കറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ സാരി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാരി എടുക്കുന്ന വ്ളോഗെല്ലാം നാളെയാണ്. ഏതൊക്കെ സാരി എങ്ങനെയൊക്കെ സാരി എടുത്തിട്ടുണ്ടെന്നുള്ളത് നാളത്തെ വ്ളോഗിൽ കാണിക്കാം. നമ്മൾ കല്യാണി കോട്ടൺ എടുത്തിട്ടുണ്ട്, മഹേശ്വരി കോട്ടൺ എടുത്തിട്ടുണ്ട്, കലങ്കാരി സാരി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കലങ്കാരി സാരി എടുത്തിട്ടുണ്ട്, കാഞ്ചി കോട്ടൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചുരിദാർ മെറ്റീരിയൽസിന് എൻക്വയറി ഉണ്ടായിരുന്നു, അതെല്ലാം ചുരിദാർ മെറ്റീരിയൽ എല്ലാം നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. ഓരോരുത്തർ ഹാൻഡ് പിക്ഡ് എന്ന് പറഞ്ഞിട്ട് ഹാൻഡ് പിക്ഡ് ഒന്നും അല്ല, എല്ലാവരും ഓൺലൈനായിട്ടാണ് വാങ്ങുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാനും ഓൺലൈൻ വാങ്ങാറുണ്ട്. പക്ഷെ അത് ഞാൻ വാങ്ങി എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ സാരീസ്, ആ മെറ്റീരിയൽ കൊള്ളാമെന്ന് നമ്മൾ ചെന്ന് വാങ്ങി വന്ന സാരീസ് മാത്രമേ ഞാൻ വീണ്ടും ഓൺലൈൻ ഷോപ്പ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ ഒരു 2-3 പ്രാവശ്യം ഷോപ്പ് ചെയ്ത് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഈ ഓൺലൈനൊക്കെ ഷോപ്പ് ചെയ്യുന്നവർ എങ്ങനെ ഇത്രയും വിശ്വസിച്ച് ഷോപ്പ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം.
അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വസ്ത്രയിൽ ഫോളോവേഴ്സൊക്കെ വളരെ കുറവാണ്. എന്നിരുന്നാലും ഞാൻ എടുക്കുന്ന ഐറ്റംസ് എല്ലാം എനിക്ക് വളരെ പെട്ടെന്ന് പോകുന്നുണ്ട്. മറ്റുള്ള സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഇതുപോലെ ഓൺലൈൻ ക്ലോത്തിങ് ആയാലും ജ്വല്ലറി ബ്രാൻഡ് ആയാലും അവർക്കൊക്കെ നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അവരൊക്കെ എടുക്കുന്നതെല്ലാം ഓൺലൈനായിട്ടാണ്. എങ്ങനെ അവർക്ക് ഇത്രയും നല്ല സാധനം കിട്ടുന്നുണ്ടോ എന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ പല സാരികളും ഫോട്ടോയിൽ കാണുന്ന ഭംഗി തൊട്ട് നോക്കുമ്പോൾ ഒട്ടും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ കല്യാണി കോട്ടൺ, മഹേഷ്ടി കോട്ടൺ, നമുക്ക് കോട്ടൺ സാരീസാണ് വസ്ത്രയിൽ ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. അതുകൊണ്ട് കോട്ടൺ സാരീസ് ആട്ടോ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടണൊക്കെ ഭയങ്കര ഡിമാൻഡാണ് നമ്മുടെ വസ്ത്രയിൽ. അപ്പോൾ ആ സാരീസാണ് കൂടുതൽ എടുക്കുന്നത്. ആ സാരീസ് ആദ്യം പോയി എടുത്ത് പരിചയമുള്ള കടയിൽ നിന്നും വീണ്ടും നമ്മൾ അങ്ങനെയുള്ള സാരീസ് എടുക്കും. അല്ലാതെ ഒരു റിസ്ക് എടുത്ത് വേറൊരു സാരി ഞാൻ എടുക്കാറില്ല കേട്ടോ. അങ്ങനെ കുറേ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ ഉണ്ണിയപ്പം പോലെ ചുടുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ പണിയാരോ കിണിയാരോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞു കേട്ടോ. പണിയാരോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇത് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞു ഒരെണ്ണം തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരെണ്ണം 5 രൂപ, രണ്ടെണ്ണം 10 രൂപ എന്ന് പറഞ്ഞു. അല്ല ചേച്ചി എനിക്ക് ഒരെണ്ണം മതി. ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി ഒരെണ്ണം മതി, കഴിക്കാൻ ആളില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി 2 തന്നേ മതിയാവും. പിന്നെ ശരി 2 എനിക്ക് 2. എനിക്കൊന്നും അവരങ്ങനെ കൊടുക്കത്തുള്ളായിരിക്കും. എനിക്കാണെങ്കിൽ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മാത്രം മതി. ചേച്ചി ചട്നി തരുമോ ചോദിച്ചപ്പോൾ ചേച്ചി ചട്നി തന്നില്ല. ചട്നിയൊന്നുമില്ല, സാമ്പാറേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല അങ്ങനെ ദേഷ്യപ്പെട്ടല്ല, അല്ല മക്കളെ സാമ്പാറിൽ ഉള്ളൂ ചട്നി ഇല്ല എന്ന് പറയും. മക്കളെ എന്നല്ല, ഇല്ല ചട്നി ഇല്ല സാമ്പാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ സാമ്പാറും കൂട്ടി കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പണിയാരം തനിയെ കഴിക്കാമെന്നും പറഞ്ഞ് വെറുതെ എടുത്ത് ഇങ്ങനെ കഴിച്ചു കേട്ടോ. കൊള്ളായിരുന്നു. അപ്പത്തിൻ്റെ മാവ് ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുത്തതായിട്ട് തോന്നി. എനിക്ക് അപ്പത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. അപ്പത്തിൻ്റെ മാവ് നല്ല മുരുമരായിരിക്കുന്ന ഒരു ഫീല്. അതിൽ കുറച്ച് സവോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. ചട്നിയുടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. അന്ന് നമ്മൾ എപ്പോഴോ പോയപ്പോൾ മധുരയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്വീറ്റ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു, ഇതുപോലത്തതും ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ചട്നി കൂടെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചട്നി കൂടെ കിട്ടുമെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. പക്ഷേ മാമി ചട്നി തന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒരെണ്ണം കഴിച്ചിട്ട് സത്യമായിട്ട് ഒരെണ്ണം കളഞ്ഞേ. വേറൊന്നും കൊണ്ടല്ല, നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് കഴിക്കാൻ വയറിൽ സ്ഥലമല്ല, എനിക്ക് വേണ്ടായിരുന്നു. അതുകൊണ്ട് കളഞ്ഞു. ഒരു ചായ പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട്. കുറേ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞാൻ ഒരു കടയിൽ നിന്നല്ല വാങ്ങുന്നത്, പല കടകളിൽ ഇറങ്ങി ക്വാളിറ്റി ചെക്ക് ചെയ്ത് നമ്മുടെ വിലയും ക്വാളിറ്റിയും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ സാരീസ് എപ്പോഴും വാങ്ങുന്നത്. അപ്പോൾ ഒരു കടയിൽ കയറി കുറച്ച് സാരീസ് വാങ്ങി, ഒരു കടയിൽ കയറി വേറെ കുറച്ച് സാരീസ് വാങ്ങി. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ കൂടുതലും സിൽക്ക് സാരി, തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള സിൽക്ക് സാരിയാണ്. കോട്ടൺ സാരിയൊക്കെ വളരെ റെയറായിട്ടേ ഉള്ളൂ. അപ്പോൾ 100 കടയിൽ കയറി ഇറങ്ങുമ്പോഴേ കോട്ടൺ സാരി കിട്ടത്തുള്ളൂ. അതിൽ പിന്നെ നമ്മൾ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പരുവാവും കേട്ടോ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ വസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്കാണെങ്കിൽ ഫോളോവേഴ്സും കുറവാണ് വസ്ത്രയിൽ. വസ്ത്രയിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് 1 2 പേര് മാത്രമാണ് മോശം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ലാതെ ആരും തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല. അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും മോശം പറയാൻ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് മോശമായതെങ്ങനെയെന്ന് അറിയില്ല. അതിൻ്റെ കൂട്ടത്തുള്ളവർ അതിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ തന്നെയാണ് മറ്റുള്ളവർക്കും അയക്കുന്നത്. പക്ഷേ അതിൽ ചിലർ അയ്യോ അതിൽ ഡാമേജ് ഉണ്ടായിരുന്നു, അവിടെ നൂല് പൊങ്ങിയിരിക്കുന്നു, ഇവിടെ നൂല് പൊങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലർ മെസ്സേജ് ഇടാറുണ്ട്. തക്കതായ റീസൺ ആണെന്ന് കാണുകയാണെങ്കിൽ ഞാൻ റിട്ടേണും ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് അൺബോക്സിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് പല സെലിബ്രിറ്റീസിൻ്റെയും ചെക്ക് ചെയ്താൽ അറിയാം. നമ്മുടെ കല്യാണി കോട്ടനാണ് എനിക്ക് തോന്നുന്നു, ഞാനാണ് ഏറ്റവും കുറച്ച് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഇതിനെക്കാട്ടി 200 300 രൂപയാണ് കൂടുതൽ കൊടുക്കുന്നത്. ഈവൻ പോത്തീസിൽ ചെന്നപ്പോൾ പോലും അവർ ഇത്രയും ബൾക്കായിട്ട് എടുക്കുന്നതാണ്. എന്നിട്ട് അവർ പോലും ആ ഒരു ഇതാണ് കൊടുക്കുന്നത് കേട്ടോ. എനിക്കൊരു മാർജിൻ ഇട്ടിട്ടുണ്ട്. ആ ഒരു പ്രോഫിറ്റിൽ കൂടുതൽ ഞാൻ വാങ്ങാറില്ല. എനിക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടം വരെ വന്ന് പെട്രോളും അടിച്ച് ഫുഡും കഴിച്ചൊക്കെ പോകുമ്പോൾ ഒരു ദിവസം 10,000 രൂപയുടെ അഡീഷണൽ ചിലവ് വരുന്നുണ്ട് കേട്ടോ. പെട്രോളും ഫുഡും കാര്യങ്ങളും 10,000 അല്ലെങ്കിൽ കുറഞ്ഞത് 5,000. ഇപ്രാവശ്യം റൂം കൂടെ എടുത്തു, അപ്പോൾ എന്തായാലും 10,000 രൂപയുടെ അഡീഷണൽ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കണക്കിൽ കൂട്ടുന്നില്ല. ഞാൻ സാരിയുടെ നമ്മൾ എത്ര രൂപയ്ക്ക് സാരി വാങ്ങുന്നു അതിൽ നിന്ന് ഒരു ഇത്ര രൂപ മാർജിൻ പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട്. ആ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വരവ് ചിലവൊന്നും ഞാനിതിൽ കൂട്ടുന്നില്ല. നമുക്കിപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ ജസ്റ്റ് കൊറിയർ ചാർജ് മാത്രം കൊടുത്താൽ മതി, സുഖം കേട്ടോ, ഭയങ്കര ലാഭമാണ്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, എനിക്ക് പോയി എടുത്താലേ സമാധാനം കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ പോയി തന്നെയാണ് എപ്പോഴും എടുക്കുന്നത്. അതിൻ്റേതായ ക്വാളിറ്റി സാധനം തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നതും എന്നെനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും കേട്ടോ. ഞാൻ പലരുടെയും വീഡിയോസ് ഇങ്ങനെ നമുക്കിങ്ങനെ ഇപ്പോൾ വസ്ത്രയുടെ പേജ് എടുക്കുമ്പോൾ ഫുൾ ഇതുപോലെ ഓൺലൈൻ സാരീസിൻ്റെ ഇതാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതിലൊക്കെ താഴെ കല്യാണി കോട്ടൺ
കോട്ടൻ്റെയൊക്കെ വില ഇട്ടിരിക്കുന്ന കാണുമ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ നമ്മളാണ് ഇത്രയും കുറച്ച് കൊടുക്കുന്നത്, എന്നിട്ടും എനിക്ക് ഫോളോവേഴ്സ് ഇല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം കേട്ടോ. വസ്ത്രയിൽ ഫോളോവേഴ്സ് കുറവ്, എല്ലാവർക്കും 100K ഫോളോവേഴ്സൊക്കെ ഉണ്ട്. എനിക്ക് വെറും 4000 ഫോളോവേഴ്സ് വെച്ചാണ് ഞാൻ ഇത്രയും സെയിൽ ചെയ്യുന്നത്. ഞാനൊരു സംഭവം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഏട്ടനോട് തള്ളി മറിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെടുത്ത സാരീസ്, ചുരിദാർ മെറ്റീരിയൽ എല്ലാം നാളത്തെ വിശേഷമായിട്ട് കാണിക്കാം. നാളെ നമ്മൾ അവരുടെ ഗ്രാമത്തിൽ, നെയ്ത്ത് ഗ്രാമത്തിൽ പോയി ഞാൻ കാണിച്ചു തരാം. അവർ നെയ്യുന്ന സാരീസാണ് നിങ്ങൾക്ക് തരുന്നത്, അല്ലാതെ അവർ ബോംബെന്നോ ബാംഗ്ലൂരിൽ നിന്നോ ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന സാരിയല്ല. ഇവിടെ നെയ്യുന്ന സാരി, എനിക്ക് വിശ്വാസം വന്ന സാരികളാണ് ഞാൻ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷം നാളത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാം. അവരുടെ നെയ്ത്ത് ഗ്രാമവും നമ്മളെടുത്ത സാരീസ്, ചുരിദാർ മെറ്റീരിയൽ പോലും അവിടെ നെയ്യുന്നതാട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ ബൈ.